വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ തമിഴിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മിച്ചമുള്ള പച്ചക്കറികളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാറും അവിയലും തോരനും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി മിച്ചമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ പെറുക്കിയെടുത്ത് നമുക്കൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് കഴുകി അരിഞ്ഞ് ഒന്ന് വരട്ടെ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മുരിങ്ങക്കോല് മാത്രമേ ഉള്ളൂ ഫ്രോസൺ ആയിട്ടുള്ള, ബാക്കിയെല്ലാം ഫ്രഷാണേ. ഇനി പച്ചക്കറി കൂടാതെ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തേക്കുന്ന ഒരു വാളംപുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് വെള്ളം എടുക്കാൻ വേണ്ടി. ഇനി ഞാൻ ഇതിൻ്റെ അകത്തൊരു 1 കപ്പ് തേങ്ങാപ്പീരയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ തേങ്ങാപ്പീരയൊന്ന് ഒരു പാനിലേക്കിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് കളറ് മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് മൊരിഞ്ഞ് കിട്ടും. അതിനുവേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ അത്രയും വെളിച്ചെണ്ണ ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ജീരകവും ഉലുവയും നമ്മുടെ മഞ്ഞളും ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വീതവും, പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി ഏകദേശം 1 ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് തീ വളരെ ലോ ആയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ ആ ചൂടിൽ തന്നെ നിന്ന് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഈ പാനിൽ തന്നെ നമുക്കിങ്ങനെ നിർത്താം. അത് കഴിഞ്ഞ് ഇതൊന്ന് തണുത്ത് വരുന്ന സമയം നമുക്കിനി ഇത് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് തണുത്ത് വരുന്ന സമയത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട ആ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുകും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് ഇടുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ വെണ്ടയ്ക്കായും സവോളയും ഇതിൻ്റെ അകത്ത് എടുക്കുകയാണ്. ആദ്യം ഇട്ട് കൊടുക്കുകയാണ് എണ്ണയ്ക്കകത്ത്. കാരണം ഈ വെണ്ടയ്ക്കയ്ക്ക് അതൊരു വിഴുവിഴുപ്പില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും ആദ്യം ഈ വെണ്ടയ്ക്ക ഇട്ടങ്ങ് മൂപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനത് വെണ്ടയ്ക്കയും സവോളയും കൂടി ആദ്യം ഇട്ടങ്ങ് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ വീഡിയോയ്ക്കകത്ത് എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു നുള്ള് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയും സവോളയും നന്നായിട്ട് വഴണ്ട് വരുന്ന സമയമാണ് ഞാൻ മറ്റ് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ പച്ചമുളകും ചേർത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ബാക്കി ഇത് ഒന്ന് വഴണ്ട് വരുന്ന സമയം ബാക്കി പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കണം. ഈ പച്ചക്കറികളെല്ലാം കുക്കാകാനുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇനി വെള്ളം വറ്റി അടി പിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പച്ചക്കറികൾ കുക്കായോ നോക്കുക. ഇനിയും കുക്കായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറി നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ മുരിങ്ങക്കോല് മാത്രം മാറ്റി വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ കുക്ക് ചെയ്താൽ ഓവർ കുക്ക്ഡായി പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി കുക്കായ ശേഷമാണ് ഞാൻ മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കുന്നത്, ഫ്രോസൺ ആണെങ്കിൽ. അപ്പോൾ അത് ഞാൻ പകുതി കുക്കാകുമ്പോൾ ഇട്ട് കൊടുക്കും. അന്നേരം നമ്മളൊന്ന് വെള്ളം ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യത്തിന് വെള്ളം ഉണ്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് കുക്കാക്കി എടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ പച്ചക്കറികളെന്നാൽ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ പച്ചക്കറികൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കെന്നാൽ എല്ലാ പച്ചക്കറികളും വേവിച്ചെടുക്കാം. ഇത് കഴിഞ്ഞ് പകുതി വേവലാകുമ്പോൾ ഞാൻ നമ്മുടെ മുരിങ്ങക്കോലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോണം എന്ന് വെച്ചാൽ ഉള്ളവർക്ക്. ഓക്കെ, ഏത് പച്ചക്കറി നമ്മുടെ വീട്ടിലുണ്ടോ അതെല്ലാം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ പച്ചക്കറികൾ തന്നെ വേണമെന്നൊന്നുമില്ല, ഉള്ളതൊക്കെ ഉപയോഗിച്ചു. ഓരോ പച്ചക്കറികൾക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പം നമ്മുടെ ആ കറി അതുപോലെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് നേരെ പോയി നമ്മുടെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് തണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരു എണ്ണമയമൊക്കെ തെളിഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വറുത്ത ആ പാനില്ലേ, ആ പാൻ ഒന്ന് കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല പേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരു പകുതി വേവലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രോസൺ നമ്മുടെ മുരിങ്ങക്കോൽ ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങക്കോലെന്ന് പറയുന്നത് ചേർത്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ പുളിവെള്ളം നമ്മൾ നേരത്തെ വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നേ, ആ വാളംപുളി അങ്ങോട്ട് ഞെക്കിയിട്ട് ആ
പുളി അങ്ങ് കളഞ്ഞിട്ട് ആ വെള്ളം മാത്രം എടുത്ത് ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം വേറെ അഡീഷണൽ വേണം, ഈ മുരിങ്ങക്കോല് വേകാൻ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മുരിങ്ങക്കോല് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ പച്ചക്കറികളും മുരിങ്ങക്കോലും എല്ലാം കൂടെ വെന്ത് കഴിയുമ്പം ഇനി ഫൈനലി നമുക്കൊരു കാര്യമേ ചെയ്യാവുള്ളൂ. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതാണ് നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വേവിക്കാൻ വെച്ച എല്ലാ പച്ചക്കറിയും ഇൻക്ലൂഡിങ് നമ്മുടെ മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം പതിയെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ അരച്ച തേങ്ങ ചേർക്കുമ്പോഴും നമുക്ക് കുറച്ചുകൂടി ആ മിക്സിയൊക്കെ ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഈ കറി ഇരുന്നിങ്ങ് കുറുകും. അതുകൊണ്ട് ആ ഒരു പാകത്തിന് വേണം നമ്മൾ സെറ്റ് ചെയ്ത് ആദ്യം വെക്കാൻ. അതായത് കുറച്ച് വെള്ളം ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് വെക്കാൻ. കാരണം ഇരുന്ന് കുറുകി വരുമ്പം ആണ് ടേസ്റ്റി ആകുന്നത്. സോ നമ്മൾ ഇനീഷ്യലി വെള്ളം അധികം ഒഴിച്ചില്ലെങ്കിൽ പിന്നെ ഒത്തിരി അങ്ങ് കുറുകിപ്പോകും. അതുകൊണ്ട് കണക്കിന് വെള്ളം ഒഴിച്ച് വേണം വെക്കാൻ. അപ്പം വളരെ എളുപ്പമല്ലേ ഈ കറി ഉണ്ടാക്കാൻ എളുപ്പവും അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇപ്പോൾ ഉള്ളി തീയൽ അങ്ങനെ, അല്ലെങ്കിൽ വെണ്ടയ്ക്ക തീയൽ, അല്ലെങ്കിൽ പാവയ്ക്ക തീയൽ, ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുമിച്ച് ഇതെല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഡെഫിനറ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുക. കാരണം ഇത് വലിയ എഫോർട്ടുള്ള കാര്യമൊന്നുമല്ല. മോറോവ് നമ്മുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ പച്ചക്കറികളൊക്കെ ഒന്നോ രണ്ടോ എല്ലാത്തിൻ്റെ തോരൻ വെക്കുന്നതിൻ്റെ അകത്ത് ഒരു സാധനം മാറ്റി വെക്കുക, അല്ലെങ്കിൽ സാമ്പാർ വെക്കുമ്പോൾ ഓരോരോ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചാലും മതി ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കൊരു ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഉപയോഗിക്കാം. എന്നാൽ നാടൻ കറികളുടെ ടേസ്റ്റ് വേറെ ഒരു കാര്യത്തിനും കിട്ടുകയില്ല. നമ്മൾ ഏത് നാട്ടിൽ പോയാലും നമ്മുടെ നാടൻ കറി ആയിരിക്കുമല്ലോ. നമ്മൾ കുറച്ച് ദിവസം വെളിയിലൊക്കെ പോയി ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നമ്മുടെ ചോറും കറികളും ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു നല്ല നാടൻ കറിയാണിത്. അപ്പം ട്രൈ ചെയ്യത്തില്ലാത്തവർ ട്രൈ ചെയ്യുക. അപ്പം നിങ്ങളുടെ വാല്യുബിൾ സജഷൻസൊക്കെ കോമൻസ് ആയിട്ട് എഴുതാൻ മറക്കണ്ട. ആൻഡ് ഐ നീഡ് യുവർ ഫീഡ്ബാക്ക്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പം ഡു കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. അപ്പം നമുക്ക് ഏകദേശം ഇതൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാം. ഓക്കെ, see you, bye bye.